ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഞ്ചൂസ് ഡ്രീം. റിഞ്ചൂസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഈ പൂട്ടിയ പെട്ടിയിലെ എന്നുള്ള ആകാംക്ഷയിലാണോ നിങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മുടെ അംഗൻവാടിയിലെ ടീച്ചർ, നമ്മുടെ ദേവു ടീച്ചർ റിട്ടയർ ആയിട്ടാണ്. അപ്പോൾ ആളുടെ സെൻഡ് ഓഫ് ഉണ്ടെന്ന്. അപ്പോൾ ടീച്ചർക്ക് കൊടുക്കാനൊരു ചെറിയ സമ്മാനം ഞങ്ങൾ വാങ്ങിയതാണ്. ഞാൻ ജസ്റ്റ് സമ്മാനം ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിനായിട്ട് ഇതാ ഗിഫ്റ്റ് പേപ്പറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിതാ ആദിയോഗിയുടെ ഒരു ക്ലോക്കാണ് വാങ്ങിയത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദിത്യ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് വാങ്ങിയത്, തൃശ്ശൂരുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിതൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലിതാ പ്രിയപ്പെട്ട ദേവു ടീച്ചർക്ക് അമോഘയുടെയും മക എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കോട്ട് പോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ രാവിലെയാണ് സെറ്റാക്കി വയ്ക്കുന്നത്. ഉച്ച കഴിഞ്ഞിട്ടാട്ടോ പരിപാടി, 3 മണിക്കാണ് പരിപാടി. അപ്പോൾ ഇനി പോകുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാ നമ്മൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തേക്ക് നടക്കുകയാണ്. ഗൈസോടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടു പോവാം. എന്തൊരു ചമ്മലൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളവിടെ എത്തിയിട്ട് 2:30 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെത്തുമ്പോൾ 3 മണി 3:15 ആ സമയമായിട്ടാണ്. ഞാൻ പെട്ടെന്ന് സമയം ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറേ ഉണ്ണിയോളും അമ്മമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആൾക്കാർ വരാനുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ടീച്ചർ എനിക്കൊരു വർക്ക് തന്നു. പണി കിട്ടി. നമ്മുടെ പ്രൈസ് കൊടുക്കാനുള്ള ഉണ്ണിയോളുടെ പേരൊക്കെ എഴുതാനാണ്. പിന്നെ നമ്മുടെ ഇവിടെ കൗമാരക്കാർ എത്ര പേര് വന്നിട്ടുണ്ട്, ആ വന്നവരുടെയൊക്കെ പേരൊക്കെ ഒന്ന് എഴുതാനായിട്ട് കേട്ടോ. ഞാനത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉണ്ണിയോട്ടെടുത്ത വീഡിയോ ആണിത്. അതാ കണ്ടോ, എല്ലാവരും ഓരോ ഒരുക്കത്തിലാണ്. അവിടെ അമ്മമാർ പ്രൈസൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. ഞാനിങ്ങനെ പേര് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പരിപാടി തുടങ്ങി. അപ്പോൾ ഇനി അധ്യക്ഷനും അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാം കേട്ടോ. സർക്കാരിന്റെ എന്തൊരു പ്രധാനപ്പെട്ട പരിപാടി വന്നാലും അതിന്റെ ഏറ്റവും ഈ സമൂഹത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവരെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പറ്റാത്തവരൊക്കെയാണ് കാര്യങ്ങളാണ് ടീച്ചറെ സംബന്ധിച്ച്. ശമ്പളം കുറവാണെങ്കിലും ഉത്തരവാദിത്തം വളരെ മെച്ചമാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. ഈ ടീച്ചർക്ക് ഒരു യാത്രയൊക്കെ കൊടുക്കാനുള്ള സമയം പോലും, അതിനുള്ളൊരു പരിപാടി പോലും ഈ ഇലക്ഷൻ കാരണം കൊണ്ട് ടീച്ചർക്ക് സമയം ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മുടെ മാത്രം സമയക്കുറവല്ല, പിന്നെ ഇതിന് കുറെ പ്രധാന ആളുകൾ ഇലക്ഷനും വരുന്ന തിരക്ക് പോലെ വേറെയുണ്ട്. അതാണ് പറഞ്ഞിട്ടുണ്ടായത്. കുടുംബത്തിനും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മക്കളും വർണ്ണക്കൂട്ട മക്കളും അവരുടെ അമ്മമാർക്കും എല്ലാം ഞാൻ വളരെ ആഗ്രഹമായി സ്വാഗതം ചെയ്യുന്നു. എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ മറ്റ് സാമൂഹിക പ്രവർത്തകരും അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ എന്താ ബീന മെമ്പർ സംസാരിക്കുന്നു. പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളമൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു. നാരങ്ങ വെള്ളവും സ്വീറ്റ്സിൻ്റെ ഒരു ബോക്സൊക്കെ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ കമ്മിറ്റിയിലെ അംഗങ്ങളും, അവിടെ ഒരു കമ്മിറ്റി ഉണ്ട് നമ്മുടെ അംഗൻവാടിയുടെ. അപ്പോൾ അതിൽ അംഗങ്ങളും ഒക്കെ ചേർന്നിട്ടൊക്കെ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എന്തിൻ്റെയാണെന്നതാണ് ഞാൻ എടുത്ത് പറയാത്തത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ടീച്ചർക്കൊരു പൊന്നാണ് അണിയിക്കുന്നുണ്ട്. പിന്നെ അതാ ആ പ്രൈസൊക്കെ കൊടുക്കുന്നതും മൊമെൻറ്റോ കൊടുക്കുന്നതൊക്കെയാണ് ഇനി കാണാനായിട്ട് പോകുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെ പൊന്നാടി കാണിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ടീച്ചറുടെ പഠിപ്പിച്ച കുട്ടികളും പിന്നെ ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് പേരൊക്കെ കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗിഫ്റ്റ് ഞാൻ ഉണ്ണിയോടും കൂടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടീച്ചർക്ക് ഭയങ്കര എന്താ പറയുക, ഒരു സങ്കടവും സന്തോഷമൊക്കെ കൂടിയിട്ട് ടീച്ചർ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചറോട് ഇങ്ങോട്ട് കേൾക്കുന്നു. അപ്പോൾ ഉണ്ണികളുടെ പ്രൈസൊക്കെ വാങ്ങിക്കഴിഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടീച്ചർ എൻ്റെ പേരൊക്കെ വിളിക്കുന്നത്. എന്നിട്ട് കൗമാരക്കാർക്കും കൂടി ഉണ്ട് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളും എല്ലാവരും പോയിട്ട് പ്രൈസൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ടീച്ചർക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് കേൾക്കാട്ടോ. Ada
വീട്ടിലെത്തിയില്ലേ? വീട്ടിലെത്തിയില്ലേ? ശരി. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ. ആൾ നന്ദി പറയുകയാണ്, നമ്മുടെ കമ്മിറ്റിയിലുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ആളുടെ നന്ദി പറച്ചിലോടുകൂടി നമ്മുടെ പരിപാടി അവസാനിച്ചു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ടീച്ചർ പിന്നെ പോണ വഴിക്ക് പിന്നെയും നമ്മുടെ സ്വീറ്റ്സിൻ്റെ ബോക്സൊക്കെ ഓരോന്ന് തന്നു. അങ്ങനെതാ എല്ലാവരും പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ പോരണ നേരത്തെ ടീച്ചറുടെ കൂടെ ഒരു സെൽഫി കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇനി ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങിനും ഒക്കെ ടീച്ചർ വിളിക്കാറുണ്ട്. മിക്ക മീറ്റിങ്ങിനും ഞങ്ങൾ പോവാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് ഞങ്ങളെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇനി ഇവിടുത്തെ പുതിയൊരു ടീച്ചറൊക്കെ വന്ന ഞങ്ങൾ കമ്പനിക്കായിട്ട് വേണ്ടേ ഇനി അടുത്ത് നമ്മൾ മീറ്റിങ്ങിനൊക്കെ പോകാൻ. അപ്പോൾ മുന്നേ നമ്മൾ അങ്കമാടിയിലെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടീച്ചറുടെ യാത്ര മംഗളങ്ങൾ ഇവിടെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.